Xiaomi 15 Ultra എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ചെയ്യാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കുന്നു നമ്മുടെ കയ്യിൽ പക്ക ഫുൾ കിറ്റ്. അതായത് അതിന്റെ ക്യാമറ ഫോട്ടോഗ്രാഫി കിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ മൊത്തത്തിലുണ്ട്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കടകടാന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ആ ഫുൾ കിറ്റാണ് നമ്മൾ കയ്യിലിരിക്കുന്നത്. സോ Xiaomi 15 Ultra എന്ന് പറയുന്ന ആ സ്പെഷ്യൽ ഫോൺ അതിന്റെ ഫോട്ടോഗ്രാഫി കിറ്റ് അടക്കം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഷോർട്ടായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ആരെങ്കിലും ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. എന്തൊക്കെയുണ്ട്, ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, അതായത് ഈ ഒരു ഫോട്ടോഗ്രാഫി കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ യൂസ് എന്തോരം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം. സത്യം പറഞ്ഞാൽ അത്ര കണ്ട് ഹാപ്പി അല്ല ഇതിൻ്റെ കാര്യത്തിൽ, പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും പറയാം. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. സോ അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു അൺബോക്സിംഗ് ഒന്ന് കണ്ടാലോ. അതിനൊക്കെ എങ്ങനെയാണ് പെട്ടിൽ വന്നതെന്ന് കാണണ്ടേ. ഫോൺ ഞാൻ ഓൾറെഡി കയ്യിലെടുത്തു കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ കാണിച്ചു തരാം. വലിയ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം നമുക്ക് ഫോൺ കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കേസ്, ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്, നല്ല ക്വാളിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചാർജർ 90 വാട്ടിൻ്റെ ചാർജിങ് കേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വലിയ ബോക്സിലുണ്ടായിരുന്നത്. വലിയ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഫോട്ടോഗ്രാഫി കിറ്റ് അതാണ് മെയിൻ സംഭവം. നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ 2 റിങ്, അതേപോലെ തന്നെ കുറച്ച് ബട്ടണുകൾ, അതേപോലെ എന്തോ ഒരു ഹാൻഡിൽ പോലത്തെ ഒരു സംഭവം, ഗ്രിപ്പാണത്, ശരിക്കും തമ്പ് ഗ്രിപ്പാണത്. അതൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. പക്ഷേ ഇത് നോക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ക്യാബിൻ ഓപ്പൺ ചെയ്യണം. എന്നാൽ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് രണ്ടാമത്തെ ക്യാബിനിലാണ് കേസും ആ ഗ്രിപ്പും ഒക്കെ ഇരിക്കുന്നത്. കേസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ കണ്ട ആക്സസറികളെല്ലാം ഇതിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നേരിട്ട് ഫോണിലേക്ക് ഒന്നും ഘടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ക്യാബിൻ ഓപ്പൺ ചെയ്താലേ ഈ ആക്സസറികൾ കാണിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ഘടിപ്പിക്കുവാണ്. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ക്യാമറ റിംഗ്, നമ്മൾ ഇതിൻ്റെ മുകളിൽ കണ്ട റിങ്ങുകളുണ്ടല്ലോ, ആ റിങ്ങിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിൽ ഓൾറെഡി ഒരെണ്ണം കിടക്കുന്നുണ്ട്, അത് മാറ്റി ഞാനിവിടെ അറ്റാച്ച് ചെയ്യാണ്. ഈസി ആയിട്ട് ഇങ്ങനെ അഴിച്ച് മാറ്റാം. ഇതിങ്ങനെ അതിലേക്ക് വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ചെന്നാൽ അങ്ങോട്ട് ലോക്ക് ആയിക്കോളും. ലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് വേണോ റെഡ് വേണോ അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ബാക്കി ഈ ഗ്രിപ്പ് താഴെ ടൈപ്പ് സി പോയിന്റ് അടക്കമാണ് വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ ടൈപ്പ് സി പോർട്ടിലേക്ക് ഇത് കണക്റ്റ് ആവുന്ന തരത്തിൽ ഇതിങ്ങനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളും. ഇവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ലോക്കായി ഇനി താഴേക്ക് വിട്ടുപോകുന്ന പ്രശ്നമൊന്നുമില്ല. സെറ്റായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പക്ഷേ ഇതിൽ ഈ ഒരു ഗ്രിപ്പ്, നമ്മുടെ ഈ കൈ വിരലിങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രിപ്പ് നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന് ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഈ ഒരു ബട്ടൺ അഴിച്ച് മാറ്റണം. അത് ഇങ്ങനെ ഈസി ആയിട്ട് അഴിച്ച് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഈ ഗ്രിപ്പ് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഘടിപ്പിക്കുക. ഇത് ഘടിപ്പിച്ചാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും, കണ്ടോ. ഞാൻ അവിടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് തമ്പ് ഗ്രിപ്പാണത്. ഇങ്ങനെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സുഖമായിട്ട് ഈ ക്യാമറ പിടിക്കാവുന്ന തരത്തിലുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ 2 ബട്ടണുകൾ ഇരിക്കുന്നുണ്ട്. ആ ബട്ടണുകൾ നിങ്ങൾക്ക് ഈ ഷട്ടർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഗ്രിപ്പിൻ്റെ മുകളിൽ ഷട്ടർ ബട്ടൺ അതിലേക്ക് ഘടിപ്പിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കളറുള്ള ക്യാമറ ബട്ടണായി മാറി. ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാ പരിപാടിക്കും ഈ ഒരു ബട്ടൺ കൊണ്ട് തന്നെ. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും. പിന്നെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ക്ലിക്ക് ആവുന്നുണ്ട്. സോ സെറ്റാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ചെറിയ ബട്ടണാണ്. സോ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. സോ ഓക്കെ, സെറ്റ്. സോ അപ്പോൾ ആ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് മുഴുവനും. ഇനി ഇതുപോലെ പുറത്തേക്ക് ഔട്ട്ഡോർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്ന നേരത്ത് ഈ ബോക്സിൽ വന്നിട്ടുള്ള അടുത്ത ഒരു റിങ്, ഒരു ജസ്റ്റ് ബ്ലാക്ക് റിങ്, ആ റിങ് എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു റിങ്ങിലേക്ക് ND ഫിൽറ്ററുകൾ, അതായത് നമ്മുടെ ക്യാമറകളിലൊക്കെ ലൈറ്റ് കൺട്രോൾ വയ്ക്കുന്ന ND ഫിൽറ്റർ ഈ ഫോണിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഇത് ND ഫിൽറ്ററാണ്. ഞാൻ എൻ്റെ DSLR ക്യാമറയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത് ഇതിലേക്ക് ഞാൻ ഘടിപ്പിക്കാൻ പോവാണ്. പക്കമായിട്ട് സ്മൂത്ത് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നുണ്ട്. എൻ്റെ ഇത് വേരിയബിൾ ND ഫിൽറ്ററാണ്. ഞാനിവിടെ തിരിക്കുമ്പോൾ ലെൻസ് ഡാർക്ക് ആവുന്നത് കണ്ടോ. സോ നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് ND ഫിൽറ്റർ ഘടിപ്പിക്കാനും ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ്, ഇതിനകത്ത് ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. 2000 mAh ബാറ്ററി ഉണ്ട്. സോ 5410 mAh ബാറ്ററി ഉള്ള ഈ ഫോണിനെ നിങ്ങൾക്ക് ഒരു 7410 mAh ബാറ്ററി ഉള്ള ഫോൺ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സൗകര്യം ഉണ്ട് ഈ ഒരു സംഭവം അറ്റാച്ച് ചെയ്യുമ്പോൾ. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി കിറ്റിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗം. അപ്പോൾ അതായിരുന്നു ഫോട്ടോഗ്രാഫി കിറ്റിലെ സംഭവങ്ങൾ. അവിടെ എല്ലാം ഞാൻ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ഇത്രയും ഐറ്റംസ് സാമ്പിൾസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോകാമല്ലേ. ഇതിൻ്റെ ക്യാമറയല്ലേ മെയിൻ. ഡിസൈനും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി 1 ലക്ഷത്തിന് മുകളിൽ 1,09,000 റേഞ്ചിൽ വില വരുന്ന ഫോണാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരിക്കും നമുക്കറിയാം. സോ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. മെയിൻ ക്യാമറ ഇമേജുകളാണ് ഇവിടെ കാണുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 200 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ഒരു 70 mm ലൈക്ക ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസ് 50 മെഗാപിക്സലിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 4 ക്യാമറയാണ്. അതിൽ 3 50 മെഗാപിക്സൽ, ഒരു 200 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. 8K വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ 4K വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കി.
ഈ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസാണ് കിട്ടിയത്. കുഴപ്പമില്ല. മറ്റു ചില ക്യാമറ രാജാക്കന്മാരുമായിട്ട് വീഡിയോഗ്രാഫി ഐഫോണൊക്കെയാണ് ബെസ്റ്റ് കാണാറുള്ളത്. നമ്മൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. അതിലിപ്പോഴും അവർ തന്നെയാണോ ബെറ്റർ എന്ന് എനിക്കൊരു സംശയം തോന്നിയത്. ഞാനത് വിശദമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേറൊരു വീഡിയോയിൽ പറ്റുമെങ്കിൽ ചെയ്യാം. ഫോട്ടോസ് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ എല്ലാ ആംഗിളും, വൈഡ് ആംഗിൾ 1x 3x 5x വരെയുള്ള ഫോട്ടോസ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. അത്രയും തന്നെ നോക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ കയ്യിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ S200 Pro ഉണ്ടായില്ല. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോഴും ഇത് അടിപൊളി ക്യാമറാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴുള്ള സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ചുകൂടിയൊക്കെ നന്നാവാമായിരുന്നില്ലേ എന്നൊരു തോന്നൽ. എന്നാലും കുഴപ്പമില്ല. ഞാൻ പല ലൈറ്റിങ്ങിലേക്ക് നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ഒറിജിനൽ ഒരു ലുക്കല്ല നമുക്ക് കിട്ടുന്നത്. ഒറിജിനൽ മീൻസ് ഇത്തിരി ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഇല്ല, അത്ര പോരാ. കുറച്ചും കൂടി ഒന്ന് ഒപ്റ്റിമൈസ്ഡ് ആവണ്ടേ എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. നൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ക്യാമറ വന്നിട്ട് ബെസ്റ്റ് തന്നെയാണ്. ബട്ട് ഈ റേഞ്ചിൽ ടോപ്പാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നമ്മൾ S200 Pro റിവ്യൂ ചെയ്തപ്പോൾ ഇതിനേക്കാൾ മികച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് തന്നിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ രണ്ടും സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അത് ബെറ്റർ ആയിട്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിൻ്റെ വീഡിയോ സാമ്പിളും ഫോട്ടോസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്തു. സെൽഫി സാധാ സെൽഫി തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സെൽഫി ക്വാളിറ്റി എന്നൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണുന്ന ഡീസൻറ്റ് ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റി തന്നെ. ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മോശമായെന്ന് വിചാരിക്കേണ്ട, ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനുള്ളൊരു സംഭവമൊന്നും കണ്ടില്ല. ബട്ട് തീർച്ചയായിട്ടും ഓക്കെയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയും. സോ ക്യാമറ വൈസ് ഓക്കെയാണ്. മെയിൻ ക്യാമറ ഫോട്ടോസാണ് എനിക്ക്, അത് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഫോട്ടോസാണ് കുറച്ച് പോരായ്മ തോന്നിയത്. സോ അങ്ങനെയാണ് ഈ Xiaomi 15 Ultra'യുടെ ക്യാമറയെ കുറിച്ച് എനിക്ക് തോന്നിയത്. ഇനി ഈ ഫോണിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഡിസൈനൊക്കെ സെറ്റാണ്. വേറെ ആകെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് ഭയങ്കര തിക്നെസ് കൂടിയ 229 ഗ്രാം മറ്റേ വെയിറ്റ് ഉണ്ട്. വളരെ തിക്നെസ് കൂടിയ ഫോണാണ്. അതേപോലെ തന്നെ ഈ ക്യാമറ ബമ്പ് വന്നിട്ട് ഭയങ്കര വലിപ്പം കൂടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബൾക്കി ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ലൈക്ക് ക്യാമറയുടെയൊക്കെ ആ ഒരു ഡിസൈനാണ് ഈ ഒരു സിൽവർ മുകളിൽ വരുന്നത്. ഇതൊക്കെ ക്യാമറകൾ കാണുന്ന ഒരു ഡിസൈനാണ്. അതങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും മൊത്തത്തിൽ ഒരു ഇത്തിരി ബൾക്കി ഫീലുള്ള ഫോണാണ്. IP68 വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ Gorilla Glass 7i ആണ് ഈ ക്യാമറ മോഡ്യൂളിൻ്റെ ഭാഗത്ത് പ്രൊട്ടക്ഷൻ വരുന്നത്. ഫ്രണ്ട് ഡിസ്പ്ലേ വന്നിട്ട് Xiaomi Shield Glass 2.0 ആണ്. അത് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണെന്ന് അവർ പറയുന്നു. ഇതുവരെ നമ്മുടെ താഴെയൊന്നും വീണ്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നും കാണാനില്ല. എപ്പോഴേക്കും താഴെ വീണെന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം പറയാം. ഇട്ട് നോക്കുന്നില്ല. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. മൈക്രോ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും നൈസ് ആയിട്ടുണ്ട്. ഡിസൈനിലൊന്നും ഒരു പ്രശ്നമില്ല. ഇത്തിരി ബൾക്കി ഫീൽ ഉണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. പെർഫോമൻസിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. Snapdragon 8 Elite നിന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ്. അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ഒപ്റ്റിമൈസ് ചെയ്ത് നൈസാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ UI ഹൈപ്പർ വോയിസ് ആണ്. അത് വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. ആനിമേഷനൊക്കെ വളരെ ഫ്ലൂയിഡ് ആണ്. Xiaomi UI വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗത്ത് യാതൊരു പരാതിയും പറയാനില്ല. അത് ആപ്ഡ്രോയ് ആയാലും കൺട്രോൾ സെൻറ്റർ ആയാലും ഒക്കെ മനോഹരമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. ഗെയിമിംഗ് കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമൊക്കെ കളിച്ച് നോക്കി നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. അതിലൊന്നും കൂടുതൽ ഞാൻ പറഞ്ഞു പരത്തുന്നില്ല. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ എന്ത് പറയാനാണ്, ടോപ്പ് ലെവലാണ്. 16 GB റാം തന്നെ കൊടുത്തിട്ടുണ്ട്. 512 GB സ്റ്റോറേജും. LPDDR5X റാം, UFS 4.1 സ്റ്റോറേജ്. കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അങ്ങനെ ടോട്ടലി ഗ്രേറ്റ് പെർഫോമൻസ്. AI ഫീച്ചറുകളെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിത് എല്ലാ വീഡിയോയിലും എല്ലാ ഫോണുകളിലും AI ഫീച്ചറുകൾ പറയുന്നുണ്ട്. ഇതിൽ ഹൈപ്പർ AI ഷവോമിയുടെ AI ഫീച്ചറുകൾ വരുന്നുണ്ട്. പതിവ് സംഭവങ്ങൾ തന്നെ. AI റൈറ്റിംഗ് ടൂളുകളും കാര്യങ്ങളൊക്കെ. AI സ്പീച്ച് റെക്കഗ്നിഷൻ, നമ്മൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന പരിപാടി. AI ഇന്റർപ്രറ്റർ, നമ്മൾ പറയുന്ന ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുന്ന പരിപാടി. AI സെർച്ചിനെ അവർ AI സെർച്ച് എന്ന് പറയുന്നു. ഇപ്പോൾ പിന്നെ സർക്കിൾ ടു സെർച്ച്, ഗൂഗിൾ ജെമിനി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനെല്ലാം വെറുതെ വലിച്ചു വാരി പറയുന്നില്ല. എല്ലാതരം AI ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. 6.73 ഇഞ്ച് വരെ 120 ഹെർട്സിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഒരു വിഷയമില്ല. 3200 നിറ്റ്സ് ബ്രൈറ്റ്നസ് തന്നെ വരുന്നുണ്ട്. HDR10+, ഡോൾബി വിഷൻ തുടങ്ങിയ സപ്പോർട്ടുകളുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. അതുപോലെ തന്നെ 4 മൈക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓഡിയോ കോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിഷയമില്ല. ടോട്ടലി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം ഗ്രേറ്റ് ആണ് ഈ ഫോണിൽ. ബാറ്ററി ആണെങ്കിൽ 5410 mAh. ഇപ്പോഴൊക്കെ 6000-7000 വെച്ച് ഫോണിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബാറ്ററി കുറച്ചും കൂടി നന്നാവുമായിരുന്നില്ലേ എന്ന് തോന്നാം. ബട്ട് നോ പ്രോബ്ലം. 5400 mAh ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ്. 90 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഷവോമിയുടെ തന്നെ വയർലെസ് ഹൈപ്പർ ചാർജ് വരുന്നുണ്ട്. വയർലെസ് ആയിട്ട് 80 വാട്ടിൽ ചാർജ് ചെയ്യാം. അതൊരു അടിപൊളി ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെയും ബാറ്ററിയുടെ ഒക്കെ ഭാഗത്ത് വരുന്നത്. ഒന്നിലും ഒരു പരാതിയും പറയാനില്ല. NFC ഉണ്ട്, Wi-Fi 6 ഉണ്ട്, Bluetooth 6 ഉണ്ട്, അങ്ങനെ വേണ്ടുന്ന സകല സംഭവങ്ങളും. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിലിനി ഈ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് വിവരിച്ചൊന്നും പറയാനില്ല. എല്ലാം ടോപ്പ് ലെവലാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ ഇതിൻ്റെ ഈ ഫോട്ടോഗ്രാഫി കിറ്റും വാങ്ങിച്ച അതിൻ്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു.
ഇതിൽ ഫോട്ടോഗ്രാഫി കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. കാരണം വെറുതെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഫലമുള്ളൂ. അതായത് ND ഫിൽറ്ററൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ND ഫിൽറ്ററൊക്കെ വെച്ച് എടുക്കുമോ? നിങ്ങൾക്ക് അത്രയും ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഇത് ആവശ്യം വരുള്ളൂ. അതേപോലെ 2000 mAh ബാറ്ററി കൂടുതൽ കിട്ടും ഈ ഒരു ഗ്രിപ്പിനകത്ത്. അതും ഒരു ഉപകാരമുള്ള കാര്യമാണ്. ബാറ്ററി ലൈഫ് കൂടുതൽ വേണമെങ്കിൽ, പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ബാറ്ററി ലൈഫ് കൂടുതൽ വേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇത് പവർ ബാങ്ക് പോലെയൊക്കെ വർക്ക് ചെയ്യും. പിന്നെ മൊത്തത്തിലുള്ള കൺട്രോളും കാര്യങ്ങളും കൊള്ളാം. അങ്ങനെ ഇത് മൊത്തത്തിൽ നന്നായിരിക്കുന്നു ഫോട്ടോഗ്രാഫി കിറ്റ്. ആവശ്യമുള്ളവർ മാത്രമേ അത് വാങ്ങിക്കാവൂ, അല്ലാത്തവർ വെറുതെ വാങ്ങിച്ച് കാശ് കളയണ്ട. ഫോൺ എന്തായാലും വേറെ വിഷയങ്ങളൊന്നുമില്ല, സെറ്റാണ്. മെയിൻ ക്യാമറ ഇമേജുകളിൽ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് അത്ര ഒരു ഭംഗിയുള്ള എക്സ്പോഷർ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു സുഖമായിട്ട് തോന്നിയില്ല. എല്ലാ ലൈറ്റിലും അല്ല, ചില ലൈറ്റിൽ തോന്നിയില്ല. സോ അത് കുറച്ചും കൂടെ ഒന്ന് ഒപ്റ്റിമൈസ്ഡ് ആവാനുണ്ടെന്ന് തോന്നുന്നു. അതൊഴിച്ച് നിർത്തിയാൽ ഈ ഫോണിൽ അങ്ങനെ പറയത്തക്ക പരാതി ഒന്നും പറയാനില്ല. അതായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല നല്ല ഫോണുകളും, ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ റിവ്യൂ ചെയ്ത ഫോണുകളിൽ പലതും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചെല്ലാം നല്ല അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാ ഫോണുകളെയും നല്ലത് മാത്രമേ പറയുള്ളൂ, കുറ്റമൊന്നും ഇങ്ങോട്ട് പറയില്ല എന്നുള്ള കമൻറ്റുകൾ ചിലരിട്ട് കണ്ടു. ഇതിൻ്റെ കാര്യത്തിൽ ആ ക്യാമറയുടെ ഭാഗം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ ഇദ്ദേഹം നെഗറ്റീവ് പറയില്ല എന്ന കമൻറ്റ് വീണ്ടും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇടാനേ നിവൃത്തിയുള്ളൂ. കാരണം കുഴപ്പമൊന്നും കണ്ടില്ല. Xiaomi 15 Ultra കൊള്ളാം. ആ മെയിൻ ക്യാമറ അവർ ചിലപ്പോൾ ഒപ്റ്റിമൈസേഷനിലൂടെ നന്നാക്കുകയാണെങ്കിൽ അതും കൂടി നന്നാവുമെന്ന് തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. എന്തായാലും അതൊരു പോരായ്മയായിട്ട് മനസ്സിൽ വെച്ചോളൂ. കാരണം ക്യാമറയാണ് ഇവർ മെയിൻ സംഭവമായിട്ട് പറയുന്നത്. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണല്ലോ. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.